ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടാസ്ക് ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ. പീച്ചിക്കടുത്ത് വിലങ്ങന്നൂർ എന്ന പ്രദേശത്ത് RCM വണ്ടർ വേൾഡ് ക്യൂക്ക് നവജീവൻ ഹെൽത്ത് മാർട്ടിൻ്റെ ഉദ്ഘാടനവും അതേ തുടർന്ന് ശ്രീ CRN മൂർത്തി സാറിൻ്റെ RCMവും അതിൻ്റെ പ്രസക്തിയും എന്ന വിഷയത്തെ പ്രതിപാദിക്കുന്ന ക്ലാസിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. ആരംഭിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം ആണ് ഇവിടെ നടക്കുന്നത്. ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങളുടെ ക്രിയേറ്റ് ചെയ്തത് കേരളത്തിലെ ഞങ്ങളുടെ സ്റ്റാർ റൂബി എന്ന പദവിയിൽ നിൽക്കുന്ന സാറായ മൂർത്തി സാറാണ്. കൂടെ ഡോക്ടർ രാജൻ സാറുണ്ട്, സ്വന്തം സാർ, അഭിലാഷ് സാർ, രാജൻ സാർ, എല്ലാവരും പന്നീരാൻ എല്ലാവരും അനുവാദത്തോടു കൂടി ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇതൊരു സാധാരണ കടയല്ല, ജനാരോഗ്യ കേന്ദ്രം എന്നാ പറയുക. സാധാരണ ജനാരോഗ്യം എന്ന് പറഞ്ഞാൽ അവിടെ പോയി അസുഖമുള്ളവർക്ക് മരുന്ന് കൊടുക്കുന്ന പരിപാടിയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, മരുന്നില്ലാതെ എങ്ങനെ ജീവിക്കാൻ സഹായിക്കും, അതാണ് ഇവിടുത്തെ സംരംഭം. അതുകൊണ്ടാണ് ജനാരോഗ്യ കേന്ദ്രം, ആളുകൾക്ക് ആരോഗ്യം കൊടുക്കുന്ന പരിപാടിയാണ്. അത് കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തതുകൊണ്ട്, ശീലമില്ലാത്തതുകൊണ്ട് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാവും. ശരിയല്ലേ? മനുഷ്യന് വറക്കാൻ കഴിയുന്ന പറഞ്ഞപ്പോൾ അന്ന് ആൾ വിശ്വസിച്ചില്ല. സൂര്യനല്ലാതെ വേറെ വെളിച്ചമുണ്ടാകുമ്പോൾ അന്ന് ആളുകൾ വിശ്വസിച്ചില്ല. അതേപോലെ നല്ല ആഹാരം കഴിച്ചാൽ ആരോഗ്യം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അത് ശരിയാണോ എന്ന് അറിയാനുള്ള ഒരു അവസരവും ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ചൂടെ ഉണ്ട്. ഡോക്ടർ രാജൻ അദ്ദേഹം എന്താ പറയുക, മരുന്നില്ലാതെ എങ്ങനെ ജീവിക്കാമെന്ന് ആളുകളെ പഠിപ്പിക്കുന്ന ഒരാളാണ്. അതിന് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എങ്ങനെ സഹായിക്കുമെന്ന് പരിചയപ്പെടുത്തും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അകത്തിരുന്ന് സംസാരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഇത് ഞാൻ പറയുന്നത്, ഇതൊരു ജനാരോഗ്യ കേന്ദ്രമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. മനസ്സിലാക്കാൻ എല്ലാവരും ഉള്ളിലേക്ക് വരണം. ഈ ഉദ്ഘാടനം, അത് കഴിഞ്ഞ് പ്രൊഡക്റ്റുകൾ പരിചയപ്പെടണം. കഴിഞ്ഞ 13 വർഷമായിട്ട് 14 വർഷമായിട്ട് ഒരു ഡോക്ടറെ കാണാത്ത കുടുംബക്കാരനാണ് ഞാൻ. എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മകനും എനിക്കുൾപ്പെടെ ആർക്കും ഒരു ഡോക്ടറിന് പോയി മരുന്ന് വാങ്ങിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. എയർഫോഴ്സിൽ ജോലി ഉണ്ടായിരുന്ന ആളാണ്. ഫ്രീ ആയിട്ട് മരുന്ന് വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ ദൂരമുള്ളൂ ആ ECHS ഒരു സംവിധാനം. ഇവിടുത്തെ ഉൽപ്പന്നങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇത് നിങ്ങൾ കേൾക്കുക, ഒരു മുൻവിധിയും വേണ്ട, കേട്ട് മനസ്സിലാക്കുക, എന്നിട്ട് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ സ്വീകരിക്കുക. ഐശ്വര്യമായിട്ട് എല്ലാവരും ഒത്തക്കി കയറിക്കോളൂ. എല്ലാവരും വരും, മുന്നോട്ട് വരും. എല്ലാവരും ഒത്തേക്ക് കയറിക്കോളൂ, പുറത്തേക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഈ തിരി, ഇത് ആരോഗ്യത്തിന്റെ തിരി, സമ്പത്തിന്റെ തിരി, സമാധാനത്തിന്റെ തിരി, സാഹോദര്യത്തിന്റെ തിരി, 7 തിരി. ഓക്കെ, ഈ ദേശത്തെ എല്ലാ ആളുകൾക്കും ഏറ്റവും കൂടുതൽ ആരോഗ്യവും, ഏറ്റവും കൂടുതൽ സമ്പത്തും, ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകട്ടെ ഈ ഒരു കടയിലൂടെ. ആശംസകളോടെ.
ആരോഗ്യത്തെയും അതുപോലെ തന്നെ സാമ്പത്തിക സുരക്ഷിതത്വത്തിലും ഒരു വാതിൽ തുറക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ഇത്രയും നാളും അനുഭവിച്ച ആ ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് ഒരു വഴികാട്ടി അല്ലെങ്കിൽ അതിനൊരു മാർഗമാണ് നമുക്ക് ഇന്നിവിടെ തുറന്നു കിട്ടുന്നത്. ആ തുറന്നു കിട്ടുന്ന മാർഗം നമ്മൾ ശരിക്കും യൂസ് ചെയ്യുക. അതിൽ സുധാകരൻ സാറാണ്, നമ്മുടെ പിച്ചിയുടെ തന്നെ സുധാകരൻ സാർ. അദ്ദേഹം ഈ RCM എന്ന പ്രസ്ഥാനത്തെ പറ്റി മനസ്സിലാക്കുകയും RCMലെ ഇങ്ങനെയൊരു സാധ്യത ജനങ്ങളിലേക്ക് തുറന്നു കൊടുക്കുകയും വിലങ്ങുള്ള ആളുകൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പം ഇന്ന് ഈ RCMലെ ഓരോ മറ്റുള്ള ആളുകളിലേക്ക് നന്മ എത്തിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹം ഈ ഒരു പ്രസ്ഥാനത്തെ നമ്മളിലേക്ക് എത്തിച്ചിരിക്കുക. നമ്മുടെ ഏവരുടെയും ഗ്രേറ്റ് ലീഡറായ സ്റ്റാർ റൂബി CR അൻമൂർ സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വിശിഷ്ട വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരു റോസാപ്പൂ നൽകി ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം RCMല് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് അദ്ദേഹം തീർച്ചയായിട്ടും അറിയാം. അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് സമയം കളയാത്തത്. അതൊന്നും കൊണ്ടല്ല. അപ്പൊ ഞങ്ങളുടെയൊക്കെ മഹാഗുരു, RCMലെ മഹാഗുരു എന്നാണ് ഞങ്ങൾ പറയുന്നത്. നമ്മുടെ ഗ്രേറ്റ് ലീഡർ എമറാൾഡ് ഡോക്ടർ രാജൻ സാറിനെ വെൽക്കം ചെയ്യുകയാണ്. സാർ പ്ലീസ് വെൽക്കം സാർ. താങ്ക് യു രാജൻ സാർ. അദ്ദേഹം നാച്ചുറോപ്പതി യോഗ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് മരുന്നുകളില്ലാതെ എങ്ങനെ ജീവിക്കാമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചതെന്നാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുമ്പ് ഷെയർ ചെയ്യുന്നതാണ്. നമുക്ക് ഈ ഒരു ഷോപ്പിന് കാരണക്കാരനായ വ്യക്തി നമ്മുടെ എല്ലാവരുടെയും ഗ്രേറ്റ് ലീഡർ സ്റ്റാഫേൽ നന്ദൻ സാറിനെയാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം സാർ. അപ്പം ഇന്നത്തെ പ്രോഗ്രാമിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്കും അതുപോലെ മറ്റു കാര്യങ്ങളിലേക്ക് അറിയാവുന്നതിന് വേണ്ടി നമുക്ക് ഇന്നത്തെ ശ്രമിക്കാനിരിക്കുന്ന വാക്കുകൾ എന്റെ എല്ലാം നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് നമ്മുടെ ഡോക്ടർ രാജൻ സാറിന്റെയും അതുപോലെ തന്നെ CR മൂർത്തി സാറിന്റെയുമാണ്. അപ്പം അവരുടെ വിലപ്പെട്ട വാക്കുകൾ ായിട്ടാണ് നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. അതിനായി ഞാൻ നമ്മുടെ ഗ്രേറ്റ് ലീഡർ സൗത്ത് ഇന്ത്യയിലെ മഹാഗുരു എന്നറിയപ്പെടുന്ന CR മൂർത്തി സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് പിന്നായിട്ടുള്ള സ്റ്റാർ റൂബി എന്ന പൊസിഷൻ അലങ്കരിക്കുകയാണ്. അദ്ദേഹം ആദ്യ ആരുമില്ല. അത് ഒരു ചേച്ചിയുടെ കൈ നോക്കിയിട്ടുണ്ട്, ഒരാൾ മാത്രമേ ഉള്ളൂ. ചേട്ടനൊന്നും ഉപയോഗിച്ചിട്ടില്ല, ബാക്കി എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോ നമ്മൾ എന്തിനീ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കണം, എന്തിനീ കടയിൽ സാധനം വാങ്ങിക്കണം, അതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന നേട്ടം എന്താണ് എന്ന് തുടങ്ങി വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു തരാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആരും ഒരു ധൃതിയും കാണിക്കേണ്ട. ധൃതി വരുന്നത് എപ്പോഴാണ്? നമുക്ക് സമയമില്ലാത്തപ്പോഴാണ്. എപ്പോഴാണ് സമയമില്ലാതെ വരുന്നത്? നമുക്ക് പൈസ ഇല്ലാതെ വരുമ്പോ. ശരിയല്ലേ? പൈസ ഇല്ലാതെ വരുമ്പോ നമുക്ക് ധൃതി വരിക. പൈസ ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ആർക്കും ഒരു ധൃതി ഇല്ലാതെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവസരം അതാണ് RCM തരാൻ പോകുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ അല്പം ക്ഷമ വേണം. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് താങ്ക് യു. ഞാൻ ഡിസ്പ്ലേ വാൾ ചെയ്ത് കുറച്ച് സാധനമൊക്കെ സെയിൽ ചെയ്തോണ്ടിരിക്കുന്നു പറഞ്ഞു. എന്താണ് ഡിസ്പ്ലേ വാൾ എന്ന് അറിയാത്തവരുന്ന് കൈ പൊക്കിക്കേ. ഡിസ്പ്ലേ വാൾ എന്ന് പറഞ്ഞ എന്താണെന്ന് മനസ്സിലാക്കാത്തവരുന്ന് കൈ പൊക്കിക്കേ. ബാക്കി എല്ലാവർക്കും അറിയാം. വെറുതെ പറയാം, കള്ളം പറയാനാണ് ആളുകൾക്ക് ഇഷ്ടം കൂടുതൽ. കൈ വെക്കുന്ന കാര്യത്തിൽ മടിയാണ്. യെസ് അല്ലേ? ഇന്നസെന്റ് ചോദിച്ചില്ലേ എന്തിനാ പഠിക്കുന്നത്, ഏത് സിനിമ ചോദിച്ചേ? ഓക്കെ, അപ്പോ അനബി ചേച്ചി ഡിസ്പ്ലേ വാൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതെന്താണെന്നും അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നും ഒക്കെ പറയും. ഏതായാലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഏതാ?
ഉപയോഗിച്ച ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ? എണ്ണ. ആവും. അതിനെക്കുറിച്ച് ഡോക്ടർ രാജ് സാറ് നിങ്ങൾക്ക് അരച്ച് കലക്കി റെഡിയാക്കി തരും. ഇതാണ് ഈ പറയുന്ന എണ്ണ. ഇതില് ചേച്ചിക്ക് ഇതിനോട് ഇഷ്ടം തോന്നുന്ന കാരണം എന്താണ്? എന്തൊക്കെ എണ്ണ ഇരിക്കുന്നല്ലേ? വെളിച്ചെണ്ണ, പാമ്പ് ഓയിൽ, സൺഫ്ലവർ, എന്ത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മുടെ പോക്കറ്റിന്റെ കനം അനുസരിച്ച് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് അന്ന് ചേച്ചിക്ക് ഈ എണ്ണ ഇഷ്ടപ്പെട്ടത്? അത് പറഞ്ഞിട്ട് ഇത് കൊടുക്കുമ്പോൾ അതിനൊരു മൂല്യം കൂടുതലുണ്ടാവും. ഈ എണ്ണ ഉപയോഗിക്കുമ്പോൾ ആ എന്ത് സാധനം നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ പുകഞ്ഞു പോകുന്നില്ല. പിന്നെ അത് കുടിക്കുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല, പിന്നെ പറഞ്ഞോളാം. ഓക്കെ, താങ്ക് യു. എല്ലാവരും രാജ് സാറിന്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി കാതോർത്തിരിക്കുകയാണ്. RCM ഒരു ബഹുമുഖ സംരംഭമാണ്. ബഹുമുഖ സംരംഭം എന്ന് പറഞ്ഞാൽ വീട്ടുകാർക്ക് വലിയ സന്തോഷമായി. ചെറുപ്പത്തിൽ തന്നെ പയ്യന് ജോലി കിട്ടിയാൽ, ആണുങ്ങൾക്ക് ജോലി കിട്ടിയ വീട്ടിലെ കാര്യത്തിന് കുറച്ചുകൂടെ ഒരു ഉഷാറുണ്ടാകും. കാരണം 8 മക്കളിൽ 5 പേര് പെണ്ണുങ്ങളാണ്. മൂത്ത 3 പേരും അവർക്ക് ജോലി കിട്ടിയാൽ നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ആണുങ്ങളിൽ ഒരിടത്തിന് കിട്ടിയാൽ രക്ഷപ്പെട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു നല്ല കാര്യം, എയർപോർട്ടിൽ ജോലി കിട്ടി. അപ്പോൾ ഒരു ജോലി കിട്ടിയാൽ അതിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് നമുക്കറിയാം. അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് നമ്മൾ ഫ്രെയിം ചെയ്യണം. ശരിയല്ലേ? എത്രയാണോ കിട്ടുന്നത് അതുകൊണ്ട് നമ്മൾ ആഗ്രഹങ്ങൾക്കൊക്കെ പൂച്ചുലങ്ങിടും. എന്റെ പശ്ചാത്തലം അനുസരിച്ച്, എന്റെ വിദ്യാഭ്യാസം അനുസരിച്ച് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ജോലി. 20 വർഷം ഞങ്ങളുള്ള സൗഹൃദം പറഞ്ഞപ്പോ സൗഹൃദം കാരണം ചെയ്തു. ഇന്നിവിടെ വന്നിരിക്കുന്ന പല ആളുകളും സുധാകരൻ സാറും ചേച്ചി തുടങ്ങുന്ന ഒരു സംരംഭം പോലെ ഒന്നും പോയി കേട്ടാൽ പോയില്ലെങ്കിൽ അവർക്ക് എന്ത് തോന്നും എന്ന് വിചാരിച്ച് വന്നിട്ടുള്ളവരായിരിക്കും. ഞാനും അങ്ങനെ ഒരു മെമ്പർഷിപ്പ്. നമുക്ക് നിത്യോപയോഗത്തിന് വേണ്ട സാധനങ്ങളൊക്കെ ഡിഫൻസുകാരൻ എവിടെ വാങ്ങിക്കുന്നത് കേട്ടില്ലേ? ക്യാൻറ്റീൻ. എന്താ അതിന്റെ ഗുണം? മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ 10-15% കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. അപ്പൊ അവിടെ പോയി വാങ്ങിക്കും. നമ്മൾ ജോലി ചെയ്യുന്ന അവിടെ തന്നെ ക്യാൻറ്റീൻ ഉണ്ട്. കടയിൽ പോകുന്ന സമയവും ലാഭിക്കാം, അവിടെ തന്നെ വാങ്ങിക്കാം. പിന്നെ ഇതിന് ആവശ്യം പോകും. അപ്പോ ഗോപാൽ സാർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ ആവശ്യം. പക്ഷേ വളരെ ധ്യാനിച്ച് നമ്മുടെ കഴിവനുസരിച്ച് നമ്മൾ RCMൽ പ്രവർത്തിച്ചാൽ ഇപ്പോൾ എയർഫോഴ്സിൽ ഉള്ളതിനേക്കാൾ നല്ല ഒരു ഫ്യൂച്ചർ ഭാവി ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി. അതൊരു തീരുമാനമെടുത്തു. പക്ഷേ എയർഫോഴ്സിന് ഓടി പോരാൻ പറ്റുകയില്ല. 20 വർഷത്തെ എഗ്രിമെന്റ് ആണ്. ഒരു വർഷം കൂടെ സർവ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഞാൻ പോന്നു. തിരിഞ്ഞു നോക്കാതുള്ളൊരു പ്രവർത്തനം. ഞാൻ അതിലങ്ങനെ അടിയുറച്ച് തീരുമാനിച്ച സമയത്ത് തൃശ്ശൂര്യമായിട്ട് ഇതുപോലൊരു ഔട്ട്ലെറ്റ്, എന്റെ പിക്കപ്പ് സെന്റർ പറയാം, അത് സ്റ്റാർട്ട് ചെയ്തു. തൃശ്ശൂർ ജില്ലയിലെ ആദ്യത്തെ ഔട്ട്ലെറ്റ് തുടങ്ങിയത് ഒല്ലൂര് കേശവപ്പടിയിൽ എന്റെ അളിയനാണ് അതിന് പണം മുടക്കിയത്. അവരുടെ വീട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇന്ന് കേരളത്തിൽ ഏതാണ്ട് 1000-ഓളം ഔട്ട്ലെറ്റുകൾ, ഒരു മാസം ഏതാണ്ട് 20 കോടിയുടെ ടേൺ ഓവർ കേരളത്തിൽ നടക്കുന്നു. ഇപ്പൊ ഇവരെന്നെ പരിചയപ്പെടുത്തി സ്റ്റാർ റൂബി എന്ന്. എന്താണ് ഈ സ്റ്റാർ റൂബി എന്ന് ചോദിച്ചാൽ, ഇവിടെ ഇരിക്കുന്ന പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇവിടെ ഇതുവരെ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞൊരു മാഡം ഉണ്ടായിരുന്നു. എവിടെ പോയി? RCMന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആൾ പോയോ? ഒരു ചായ കുടിച്ചിട്ട് പോയി. എനിക്കൊരു വർഷം നഷ്ടപ്പെട്ടത് ഇങ്ങനെയാണ്. അതുകൊണ്ട് ഒരു അവസരം കിട്ടുമ്പോൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ വീട്ടിൽ ഏതാ ചേട്ടാ പാത്രങ്ങളെ ഉപയോഗിക്കുന്ന സാധനം? ഒരു ഐഡിയ ഉണ്ടോ? അതെ, സ്ത്രീകളല്ലേ വാങ്ങിക്കുന്നത്. അതാണ് പ്രശ്നം. നിങ്ങളുടെ വീട്ടിൽ ഏതാ ഉപയോഗിക്കുന്നത് മേഡം പാത്രം കഴുകാൻ? സോപ്പ്. ഏത് സോപ്പാ? ഏതൊന്നുമില്ല. സോപ്പ് ഉണ്ടോ പാത്രം കഴുകാൻ? പാത്രം കഴുകാനുള്ള സോപ്പ്. എക്സോ, വിമ്മ, പ്രില്ല് അല്ലേ? ലിക്വിഡ് ഉപയോഗിക്കുന്നവരെല്ലാം വീട്ടിൽ? ലിക്വിഡ് പാത്രം ചേച്ചി ഏതാ ഉപയോഗിക്കണേ? RCMൽ അല്ലാത്തത് ലിക്വിഡ് ഉപയോഗിക്കുന്നവരെല്ലാം ഉണ്ടോ? RCMൽ അല്ലാത്ത ലിക്വിഡ് ഉപയോഗിക്കുന്ന ആരുമില്ല. അങ്ങനെ ഇവിടെ ഇല്ല. RCM കൊടുത്തു കഴിഞ്ഞാൽ സുധാകരൻ സാർ ആള് ഭയങ്കര വില കമ്പയർ ചെയ്യാൻ വേണ്ടി RCMൽ ഉപയോഗിക്കുന്നതിന് മേഡം എത്ര കാലമായിട്ട് ഉപയോഗിക്കുന്നു? കണ്ടോ? ഓക്കെ. ലിക്വിഡ് എപ്പോഴെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? ഇത് തന്നെ ഉപയോഗിക്കും. എന്നിട്ട് എങ്ങനെയുണ്ട്? അടിപൊളി. അതിനുള്ള കഴിഞ്ഞുള്ളൂ. അതാണ് വേണ്ടത്. ഓക്കെ. എനിക്കത് കുറച്ച് ആളുകളുണ്ട്. എടുക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്നത് 70 രൂപയ്ക്ക് കിട്ടും. അതുകൊണ്ട് മെമ്പർഷിപ്പ് എടുക്കരുത്. ഓക്കെ. ഞാൻ പറയാൻ വരുന്നറിയോ? സ്റ്റാർ റൂബി എന്താന്ന് പറയാനാ വരുന്നേ?
ഇതിന് ബിസിനസ് വോളിയം എന്ന് പറയുന്ന ഒരു മാനദണ്ഡമുണ്ട്. 38 അത് കണക്കൂട്ടാൻ എളുപ്പത്തിന് ചുമ്മാ 40 എഴുതാണ്. എന്താണ് ബിസിനസ് വോളിയം? 128 രൂപയ്ക്ക് നിങ്ങൾ സാധനം വാങ്ങിച്ചാൽ ആ സാധനത്തിന്റെ കടക്കാരൻ നിങ്ങളെ നോക്കി ഒന്ന് ചിരിക്കുക പോലും ചെയ്യല. ശരിയല്ലേ? ശരിയല്ലേ? ഈ കടയിലേക്ക് വരുമ്പോ എന്ത് പറയും? പറയില്ലേ? കൂടാതെ നിങ്ങൾ കൊടുത്ത 70 രൂപയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് 4 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. ആര് ഡെപ്പോസിറ്റ് ചെയ്യും? കടക്കാരൻ ചെയ്യല, മൂർത്തി ചെയ്യില്ല, കമ്പനി ചെയ്യും. എത്ര വർഷമായി നമ്മൾ സാധനം വാങ്ങിക്കുന്നു അല്ലേ? കൊടുത്തതിന് ഇതുപോലെ ഒരു 5% വേണം കിട്ടിയിരുന്നെങ്കിൽ ഒരു 2 ഏക്കർ വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടായിരുന്നു അല്ലേ? ചേച്ചിക്ക് എത്ര ക്വിന്റൽ വാഷ് പൗഡർ കലക്കി കളഞ്ഞു. ശരിയല്ലേ? അതിനൊരു ചെറിയ പൈസ കിട്ടിയിരുന്നെങ്കിൽ എത്ര സമ്പാദ്യം ഉണ്ടായിരുന്നു. ശരിയല്ലേ? ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണ് സ്റ്റാർ റുബി എന്ന്. അപ്പൊ ഈ ബിസിനസ് വോളിയം ഇത് നിങ്ങൾ കണക്കാക്കാം. 128 രൂപയ്ക്ക് മാർക്കറ്റിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിന് പകരം ആർസിമിൽ നിന്നാണെങ്കിൽ 70 രൂപയ്ക്ക് കിട്ടും. സാധനം എങ്ങനെയുണ്ട്? ചേച്ചി പറഞ്ഞു അടിപൊളി അല്ലേ? കാരണം വിലക്കുറവാണെങ്കിൽ സാധനം മോശമാണെന്നല്ല നമ്മുടെ ഒരു ധാരണ. വിലക്കുറഞ്ഞ സാധനം മോശമാണ്, അതുകൊണ്ട് നമ്മൾ ഇച്ചിരി വില കൂടിയേ മേടിക്കുള്ളൂ. അങ്ങനെയുള്ള ആളുകളുണ്ട്. അവരോടാണ് ചോദിച്ചത് എങ്ങനെയുണ്ട് സാധനം. ചേച്ചി പറഞ്ഞു അടിപൊളിയാണ്. ഇനി ഞാൻ ആർസിമിൽ ജോയിൻ ചെയ്ത് നിങ്ങളെ പോലെ തന്നെ ഒരു കിറ്റ് വാങ്ങിച്ച് ജോയിൻ ചെയ്തു. അന്ന് എനിക്ക് മനസ്സിലായി, പറഞ്ഞോ പറയാതെയോ എനിക്ക് വലിയ 2 ഗ്രൂപ്പുകൾ ആയിട്ട് എന്റെ ടീമിൽ ആളുകൾ ജോയിൻ ചെയ്തു. അവർക്ക് എന്തിനാ ജോയിൻ ചെയ്തേ? ഈ നേട്ടത്തിന് വേണ്ടി. ഇത് മാത്രമല്ല, ഇനി വലിയൊരു നേട്ടം രാജസാർ പറയാൻ പോകുന്നു. ഞാനെന്താ അവിടെ നിന്ന് പറഞ്ഞത്? കഴിഞ്ഞ 14 വർഷമായിട്ട് ഡോക്ടറിനോ മെഡിസിൻ അതിനുള്ള സംവിധാനം ഈ ഉൽപ്പന്നങ്ങളുണ്ട്. ഇത് രണ്ടുപേരെ നമുക്ക് ആവശ്യമുള്ളത്. പൈസയും വേണം, ആരോഗ്യം വേണം. എത്ര പൈസ ഉണ്ടെങ്കിലും ആരോഗ്യമില്ലെങ്കിലോ? നല്ല അടിപൊളി മണിമന്ദിരമാണ്, സോഫ കണ്ടാലിരിക്കാൻ തോന്നും, പക്ഷെ അതിന്റെ ഉടമസ്ഥന് ഇരിക്കാൻ വരാത്ത അസുഖമാണ്. വല്ല കാര്യം ഉണ്ടാ അല്ലേ? ആ മൂർത്തി സാറ്, രാജസാറ്, നന്ദി സാറൊക്കെ വരും. വൈകുന്നേരം എന്റെ വീട്ടിൽ ഡിന്നറിന് വരണം. ശരി, വന്നു. മേശപ്പുറത്ത് നിറച്ച് വിഭവങ്ങൾ വെച്ചിരിക്കാം. എനിക്കതൊന്നും കഴിക്കാൻ പറ്റില്ല. എനിക്ക് പച്ചക്കറി മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. എന്താ കാര്യം? ശരിയല്ലേ? അപ്പൊ നമുക്ക് ആവശ്യം എന്താണ്? ആരോഗ്യം വേണം, അത്യാവശ്യം പൈസയും വേണം. ഇത് രണ്ടും പ്രധാനമായിട്ടും. പിന്നെ ബാക്കി അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ആർസിമിൽ വന്നതിന് ശേഷം ഞാൻ മുഖാന്തരവും എനിക്ക് മുമ്പ് വന്നിട്ടുള്ള മുഖാന്തരം എനിക്ക് ശേഷമുള്ള ആളുകൾ മുഖാന്തരം ധാരാളം ആളുകൾ ആർസിമിൽ വന്നു. ആരോഗ്യവും പൈസയും കിട്ടുമെന്ന് കേട്ടിട്ട് വന്നവരാണ്. അവരൊക്കെ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി. ആർസിമിൽ ഒരു പ്രൊഡക്റ്റിൽ തുടങ്ങി ഇന്ന് നിങ്ങൾ ഈ കാണുന്നത് ഇഷ്ടംപോലെ ഉൽപ്പന്നങ്ങളായി. ഇന്ന് എന്റെ ടീമിൽ ഒരു മാസം ഏകദേശം 8.5 കോടിയുടെ ബിസിനസ് വോളിയം നടക്കുന്നു. ഒരു ഡിഷ് വാഷർ കൂടി വിറ്റാൽ 40 ബിസിനസ് വോളിയം. അപ്പോൾ 8.5 കോടി ബിസിനസ് വോളിയം. അപ്പോൾ ഏകദേശം എത്ര കോടിയുടെ ടേൺ ഓവർ നടക്കണമെന്ന് കണക്കൂട്ടി നോക്കാം. ഈ ടേൺ ഓവർ ഇവിടെ നടന്നില്ലായിരുന്നു. ഞാൻ പറഞ്ഞ ഏകദേശം 20 കോടിയുടെ ടേൺ ഓവർ മാർക്കറ്റിൽ നടക്കണം. ഞാൻ കമ്പയർ ചെയ്ത പ്രൊഡക്റ്റിന് ബിസിനസ് വോളിയം പെർസെന്റേജ് കൂടുതലുണ്ട്. ആട്ട, എണ്ണ തുടങ്ങിയ സാധനങ്ങൾക്ക് ബിസിനസ് വോളിയം അല്പം കുറവാണ്. ഒരു 25 കോടിയുടെ എങ്കിലും ടേൺ ഓവർ മാർക്കറ്റിൽ നടക്കേണ്ടതായിരുന്നു. അതിന് പകരം ആർസിമിൽ എന്റെ ടീമിൽ ഏകദേശം 20 കോടിയുടെ ടേൺ ഓവർ നടന്നു. ഈ 20 കോടി ടേൺ ഓവർ നടന്നില്ലായിരുന്നെങ്കിൽ 25 കോടി ടേൺ ഓവർ നടക്കണമായിരുന്നു. 5 കോടി ലാഭം. ആർക്കാ ലാഭം? ആർക്കാ ലാഭം? സാധനം വാങ്ങിക്കുന്നവർക്ക്. ആർസിമിൽ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ആളുകൾക്ക്. ആ പൈസ എവിടെ ഉണ്ടാവും? പോക്കറ്റ് ഉണ്ടാവും. അതായത് ചേട്ടനോട് ഡിഷ് വാഷർ കൂടെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു, 87 രൂപ കൊടുത്ത് മേടിക്കുന്നു. 128 രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് ബാക്കിയുള്ള പൈസ നിങ്ങളുടെ പേഴ്സിലിരിക്കുന്നു. പേഴ്സിലിരിക്കുന്ന പൈസ ആരുടെ പൈസ? എന്റെ പൈസ. പക്ഷെ ലാസ്റ്റ് അല്ലേ? ശരിയല്ലേ? അങ്ങനെ 5 കോടി രൂപ എന്റെ ടീമിൽ ഒരു മാസം കൊടുക്കുന്നു. ഞാനല്ല കൊടുക്കുന്നത്, ഈ സംവിധാനമാണ് കൊടുക്കുന്നത്. പക്ഷെ ഞാൻ അതിനൊരു ബുക്കായി. അത് ചോദിക്കേ, എയർഫോഴ്സിലായിരുന്നെങ്കിൽ മാസാവസാനം ആകുമ്പോഴേക്കും 25-ാം തീയതി കഴിയുമ്പോഴേക്കും രാജസാറിന്റെ സുഖമല്ലേ എന്ന് ചോദിച്ച് രാജസാറിന്റെ പോക്കറ്റിലേക്ക് നോക്കുന്ന ഒരു സ്ഥിതിയാണ് മിക്കവാറും ജോലിക്കാരുടെ. മാസം ശമ്പളം കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി നിങ്ങൾ ആലോചിച്ച് നോക്കിയ കേരളത്തില് ഒരു മാസം, ഒറ്റ മാസമല്ല, ഓരോ മാസം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും രൂപ ആളുകൾക്ക് വരുമാനം കൊടുക്കുന്ന ഇൻഡസ്ട്രി വേണമെങ്കിൽ എത്ര കോടി ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര ആളുകൾ നോക്കി നടത്താൻ വേണം, അതിന്റെ പുറകെ എത്ര തലമുണ്ടാക്കണം. ശരിയല്ലേ? എനിക്ക് ഒരു പ്രശ്നമില്ല, ഒരു പൈസ പോലും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് കൂടുവോ പറയോ? കൂടും. ഞാൻ എയർഫോഴ്സിലായിരുന്നെങ്കിൽ ഇപ്പോഴും മാസാവസാനം ആകുമ്പോൾ ചിരിച്ചോണ്ടിങ്ങനെ ആളുകൾ പോക്കറ്റിൽ നോക്കുമായിരുന്നു. പിള്ളേര് ബൈക്കിലൊന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് നിർത്തുമ്പോ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സീനിയർ ഓഫീസർമാർ പറയും, അവരിങ്ങനെ സൈക്കിൾ കൊണ്ട് എന്നിട്ട് മതി
മക്കളെ, ബൈക്കല്ല നല്ലത്, സൈക്കിളാണ് നല്ലത്. കാരണം സൈക്കിൾ ഇവരുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ബൈക്കാണെങ്കിൽ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണം? ശരിയല്ലേ? ഞാൻ എയർഫോഴ്സിൽ നിന്ന് പോരുമ്പോൾ എൻ്റെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ലോൺ എടുത്ത് വാങ്ങിച്ചതാണ്. ആർസിൽ വന്നതിന് ശേഷം ഒരു 4 വീലർ വാങ്ങിച്ചു, ഓമ്നി സെക്കൻഡ് ഹാൻഡ്. അത് കഴിഞ്ഞ് പിന്നീട് വണ്ടി വാങ്ങിച്ചു, ഇൻഡിക്ക വിസ്ത. ഇവിടെ കാറുള്ളവർ കുറെ പേരുണ്ടാവുമെന്ന് എനിക്കറിയാം. കാറുള്ളവർ നല്ലുണ്ടോന്ന് കൈ ബുക്കാവും. ഇതൊക്കെ കാറുണ്ട്. 3 ലക്ഷം കിലോമീറ്റർ ഓടി എൻ്റെ വണ്ടി. എത്ര രൂപ ഡീസലിനായി കാണും സാറേ? ഇതൊക്കെ ആര് കണക്കൂടാണ് അല്ലേ? നമ്മൾ ബസ്സിൽ കയറി 7 രൂപ കൊടുത്താൽ പട്ടിക്കാട് പോകും. അതിൽ കൂടുതൽ കണക്കൊന്നും നമ്മൾ കൂട്ടാറില്ല. 3 ലക്ഷം കിലോമീറ്റർ ഓടിയപ്പോൾ ഒരു വണ്ടിക്കുള്ള കാശ് അതിനകത്ത് ഡീസൽ അടിച്ചു. ഓരോ 10,000 കിലോമീറ്ററിനും സർവീസിന് പൈസ കൊടുക്കണം. അതുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 3 വണ്ടിയുടെ പൈസ ആ ഒറ്റ വണ്ടിയിൽ ചെലവായി. എയർഫോഴ്സിലായിരുന്നെങ്കിൽ ഒരു വണ്ടിയുടെ ചക്രം പഠിക്കാൻ പോലും നമ്മുടെ മിച്ചം കാണുകയായിരുന്നു. എയർഫോഴ്സ് മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. എയർഫോഴ്സ് മാത്രമല്ല, നമ്മൾ ഏത് ജോലി, അതായത് ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കി ലക്ഷറീസ് ആയിട്ട് ജീവിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവസാനം ശിവശങ്കരനെ പോലെ കൊതുകടി കൊള്ളുകയും ചെയ്യും. അല്ലാതെ നേരെ ചൊവ്വേ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് ആർക്കും ജീവിതത്തിൽ ആസ്വദിക്കാൻ പറ്റില്ല. എന്റെ 3ാമത്തെ വണ്ടിയെ കിടക്കുന്നത്. ഈ വണ്ടി കമ്പനി ഇറക്കിയപ്പോൾ ഇന്ത്യയിൽ 10,000 പീസ് ഇറക്കിയുള്ളൂ. അതിൽ 2 എണ്ണം വാങ്ങിച്ചു. കേരളത്തിൽ 2 എണ്ണം വന്ന് 2 ആർസിക്കാർ വാങ്ങിച്ചു. 1 ഞാൻ വാങ്ങിച്ചോണ്ട് നിങ്ങളുടെ അപ്പുറം ബിരുദാണ് വാങ്ങിച്ചു. 22 ലക്ഷം രൂപ കൊടുത്ത് ആ വണ്ടി വാങ്ങിച്ചു. വണ്ടി കാണാൻ ഞാൻ ഷോറൂമിൽ പോയില്ല. എനിക്ക് ആർസിയിൽ കമ്മീഷൻ വരുന്ന അക്കൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ എന്റെ വണ്ടിയുടെ ലോൺ പാസ്സായി കമ്പനിയുടെ അക്കൗണ്ടിലെത്തി. അതാണ് ആർസിന്റെ പവർ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാൻ ആർസിയിൽ വരുമ്പോൾ 20-30 പ്രൊഡക്റ്റ്, നിങ്ങൾ വരുമ്പോ ഇത്രയും പ്രൊഡക്റ്റ്. അന്ന് ഞാൻ പറയുമ്പോൾ ആളുകൾ വിശ്വസിക്കില്ല. എന്നോട് പറയുമ്പോൾ ഞാനും വിശ്വസിച്ചില്ല. കാരണം എന്താ? ഇത് കണ്ടു കേട്ടും ശീലമില്ല. ഇപ്പോൾ ഇത് പറയുമ്പോഴോ നിങ്ങൾക്ക് ഇത് കണ്ട് വിശ്വസിക്കാം. സാർപ്ലാറ്റിനാണ്, രാജൻ സാറ് എമറാൾഡാണ്, മോർത്തി സാറ് സ്റ്റാർ രൂപയാണ്. ഇത്തരം പേരെ നിങ്ങൾ കണ്ടില്ലേ? ശരിയല്ലേ? ഒരൊറ്റ കാര്യം കൂടെ പറയാം. അതായത് ഈ അവിശ്വസനീയമായ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാൻ പറയാം, അവിടെ 20 അടി പൊക്കമുള്ള ഒരാളുണ്ട്. ആളെ ചുവന്ന് തൊടുത്ത് ഒരു 200 കിലോ തൂക്കമുണ്ട്. ചെല്ലുന്നവർക്കൊക്കെ പുള്ളി ഓരോ സ്വർണ്ണക്കിഴി തരുന്നുണ്ടെന്ന്. കാരണം എന്താ പറയുക, എടാ ഒരു പീടി പോലും ആരും ചുമ്മാ വാങ്ങിച്ചത്. പിന്നെ ഒരാൾ ചുമ്മാ സ്വർണ്ണക്കിഴി തരിക, നീ പോകാനെന്ന് പറയും. ശരിയല്ലേ? ഇവിടെ ഒരു 100 പേരുണ്ട്. ഞാൻ പറയും, എന്റെ പൊന്നെ ആരെങ്കിലും സത്യം പറയുന്നത് ഞാൻ ചേച്ചി വാ. ഞാൻ അപ്പൊ രാജസാർ പറയും, അതെ ഞങ്ങൾ ഒന്നിച്ച് എയർഫോഴ്സിൽ ഉണ്ടായിരുന്ന മൂർത്തി എനിക്കറിയാം, ആരായാലും കള്ളം പറയുക, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. അപ്പോ രാജസാർ എന്നോട് വരും. അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ രാജസാറിന്റെ കയ്യിലെ സ്വർണ്ണക്കിഴിയുണ്ട്. രാജസാർ ശരിയാണോ? പുള്ളിമല ശരിയാ. അപ്പൊ പറയാതെ ഇവര് എയർഫോഴ്സുകാരാ, നമ്മളെ എന്തോ പറ്റിക്കാനുള്ള ഉടായ്പ പരിപാടി. ഇതൊന്നും നമ്മളെ എടുത്തല്ല, എന്തോ പരിപാടി അല്ലെ, ചുമ്മാ അല്ല സ്വർണ്ണക്കിഴി കൊടുക്കോ ഇല്ലെന്ന് പറയും. അപ്പൊ അഭിലാഷ് പറയും, രാജേന്ദ്രന്റെ കുടുംബക്കാരനാ. ശരിക്കും കിട്ടി തന്നെയാ. എന്നാ ഞാനൊന്ന് പോയി നോക്കാം. അഭിലാഷ് വരും. അപ്പോഴേ 100 പേര്. ഇതൊക്കെ ഇവര് എന്തൊക്കെയോ പരിപാടികളുണ്ട്. ഇതൊന്നും നടക്കുന്ന കാര്യം നമ്മൾ കണ്ടിട്ടില്ല. ഇത്രയും കാലമായിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. എങ്ങനെയാണെങ്കിലും 100 അടി പൊക്കമുള്ള, അല്ല 20 അടി പൊക്കമുള്ള ഒരാളെ കാണുക, 10-12 അടിയൊക്കെ പരമാവധി കണ്ടത് കൂടുതൽ കാണുക. എന്റെ പൊന്നു ചേട്ടാ ഒന്ന് വന്ന് നോക്ക്, നിങ്ങൾക്ക് കിട്ടും. അവസാനം അഭിലാഷ് വരും. അഭിലാഷ് വന്നു. അഭിലാഷം തിരിച്ച് കിഴിയായിട്ട് വരും. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ചില ആളുകൾ ചെറിയ അമ്പി ചേച്ചി പറയാം, ചെറിയൊരു കാര്യം ചെയ്യും, ഞാനൊന്ന് പോയി നോക്കില്ല. വേണ്ട അമ്പി ചേച്ചി, ഇതൊക്കെ വെറുതെ പറയുന്ന, ഇതൊക്കെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാ. പോകല്ലേ എന്താ കാര്യം? നമുക്ക് ധൈര്യക്കുറവാ. അവര് പോയി മേടിച്ചോണ്ട് വന്നാല് നാണക്കേടാണ്. അവര് പോകരുത്. അമ്പി ചേച്ചി ഒരു ഏതായാലും എന്റെ പോരാണ്. രാജൻ പറഞ്ഞാൽ മോശമാകുകയില്ല, അഭിലാഷ് പറഞ്ഞാൽ മോശമല്ല, ഞാനും പോവാം. അവരും വന്നു. അവര് കിഴി പഠിച്ചത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾ പറയും, ഇവര് 4 പേരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാകാതിരിക്കും, നമുക്ക് പോയി നോക്കാം. നീ വരുന്നോ? ഏയ് ബാധി, നീ പറഞ്ഞതല്ലേ, ഞാൻ വന്നേക്കാം. അങ്ങനെ 2-3 പേര് എഴുന്നേറ്റ് വരും. പോയി അവിടെ പോയി വരുന്നവരൊക്കെ കിഴിയായിട്ട് വരും. ഇത്രയും പേർക്ക് കിഴിയിട്ടും നമുക്കൊന്ന് പോയി നോക്കിയാലോ? ആരെയും പരിചയം ഒന്നുമില്ല, ചുമ്മാ സ്വർണ്ണക്കിഴി കൊടുക്കുന്നു. പോയി നോക്കാതെ കിട്ടിയാൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു 10 രൂപ എഴുന്നേക്കും. അപ്പോഴേക്ക് ബാക്കിയുള്ള പറയും, ഇതൊക്കെ വെറുതെയാണ് കേട്ടോ, പോണ്ട. ഇനിയിപ്പോ അങ്ങനെ കിട്ടാന്ന് വെച്ചാൽ ചുമ്മാ ജോലി ചെയ്യാൻ കിട്ടുന്ന പൈസ നമുക്ക് അങ്ങനെ വേണ്ട, നമുക്ക് ശീലമില്ല. അവിടെ ഇരിക്കും. ഇപ്പോഴോ ഈ 10 പേരും കൂടെ പോയി എല്ലാവരും കൂടെ കിഴി നിന്നിട്ടുണ്ടല്ലോ. ഏതായാലും കിട്ടുന്നില്ല, നമുക്ക് പോയി മേടിച്ചേക്കാന്ന് പറഞ്ഞൊരു 10-30 പേരുണ്ട്. ഒറ്റ പോക്കാണ്.
ബാക്കിയുള്ളവർ അവിടെ ഇരിക്കും. പോണോ വേണ്ടയോ, പോണോ വേണ്ടയോ, ആ വേണ്ട, എനിക്ക് കഴിയൊന്നും വേണ്ട. ഇപ്പോഴാണ് സാഹചര്യം. ഇഷ്ടം പോലെ ആളുകൾക്ക് കിഴി കിട്ടുന്നുണ്ട്. 1000-ഓളം ഔട്ട്ലെറ്റുകൾ, 350 പേര് എന്റെ ടീമിൽ 20,000 രൂപയ്ക്ക് മുകളിൽ മന്ത്രി വരുമാനം വാങ്ങിക്കുന്നു. 3.5 ലക്ഷം വരെ മന്ത്രി വരുമാനം വാങ്ങിക്കുന്നത് കേരളത്തിൽ. തൊട്ട് കാര്യം അതിന് 20,000 ശമ്പളം കിട്ടുന്ന ജോലി വേണമെങ്കിൽ എത്ര വർഷം പഠിക്കണം? പഠിച്ചാൽ ജോലി കിട്ടുന്നു വല്ല ഉറപ്പുണ്ടോ? ഞാൻ പഠിച്ചപ്പം എങ്ങനെയെങ്കിലും പഠിച്ചാൽ ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന പഠിച്ചോ. ഇപ്പൊ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എവിടെ കൊണ്ട് തേങ്ങ ഉടച്ചാലും ഒരു കാര്യമില്ല. നിങ്ങൾ മത്സരത്തിന് പോകുമ്പോൾ മറ്റവരൊക്കെ മണ്ടന്മാരാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ശരിയാണോ? എന്റെ മോൻ പരീക്ഷ എഴുതി MBBS-ന്, ഇതിന്റെ പറയുക എന്റെ എൻട്രൻസ് ടെസ്റ്റ് എഴുതി. 13 ലക്ഷം പിള്ളേർ എഴുതി, 3000-ത്തിനടുത്ത് റാങ്ക് കിട്ടി. എന്നിട്ട് MBBS-ന് അവന് ഇഷ്ടമുള്ള കോളേജ് കിട്ടുകയില്ല. അവര് തന്നെ 5,32,000 രൂപ കൊടുക്കണം ഫീസ് മാത്രം. പിന്നെ ഹോസ്റ്റലിൽ 1.5 ലക്ഷം കൊടുക്കണം. എയർഫോഴ്സിലായിരുന്നെങ്കിൽ ഇത് പറഞ്ഞേ ആ ഗവൺമെന്റ് കോളേജിൽ പോയി വല്ലതും പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. ഇപ്പൊ ഹൈക്കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്, സുപ്രീം കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്? ആരും നോക്കിയോ? പിള്ളേരൊക്കെ പഠിക്കുന്നില്ലേ? അവരെങ്ങാനും MBBS-ന് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കാരണവന്മാർ കയറന്വേഷിച്ചാൽ മതി. കോളേജുകാർ പറയുന്ന ഫീസ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ല ഐശ്വര്യ പറഞ്ഞിരിക്കുന്നത്. യെസ്, കോളേജുകാർ പറയുന്ന ഫീസ് കൊടുക്കാൻ പറ്റുന്നവർ പഠിപ്പിച്ചാൽ മതി. ആലോചിച്ച് നോക്കി ഇങ്ങോട്ട് പോണേ. വെറും ഒരു സാധാരണ LDC-യുടെ ജോലി കിട്ടണമെങ്കിൽ 16 ലക്ഷം പേര് പരീക്ഷ എഴുതുന്നു. 6,000 പേര് ഒരു കാര്യമില്ല. അതിന്റെ പഠിച്ചത് മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി. എന്നാൽ പഠിച്ചതെല്ലാം മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ തെറ്റിദ്ധരിച്ചു. വൈറ്റമിൻ A കേട്ടിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി പഠിക്കും. അത് കഴിയുമ്പോൾ കിട്ടും. മോളെ ക്ലാസ്സിൽ പഠിക്കണേ? 4ാം ക്ലാസ്. മോക്ക് ഏറ്റവും ഇഷ്ടമുള്ള മോടെ അമ്മാവനോ അമ്മായിയോ വീട്ടിലേക്ക് വന്നാൽ എന്ത് കൊണ്ടുവരണോ നമ്മൾ ആഗ്രഹിക്കുന്നു? ക്രിസ്മസിന്റെ സമയം കൂടെയാണല്ലോ. സത്യം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് നല്ല മിടുക്കൽ പിള്ളേർക്ക് പറഞ്ഞേ. എന്റെ ഒന്നും ചെറുപ്പത്തിൽ കേക്ക് കണ്ടിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആളുകൾ 40 വയസ്സ് മുതൽ പ്രായമുള്ളവരൊക്കെ ചെറുപ്പത്തിൽ എന്താ തിന്നിട്ടുള്ളത്? നെല്ലിക്ക, നാരങ്ങ, ഇരുമ്പുളി, വാളംപുളി, പച്ചക്കപ്പ, കാച്ചില്, ചേമ്പ, ചേന, അല്ലേ? ഇതൊന്നും ഈ പിള്ളേര് കഴിക്കുന്നില്ല. എങ്ങാനും ഒരു കഷ്ണം കപ്പ പൊടിക്കും കൊടുത്താ തീർന്നു, 3 ദിവസത്തേക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് കൊച്ചിന് ഇഷ്ടമുള്ളത് നമ്മമാരുണ്ടാക്കി കൊടുക്കുള്ളൂ. കാരണം കൊച്ചെന്തെങ്കിലും കഴിച്ചാലാണെങ്കിൽ സമാധാനമുള്ളൂ. കൊച്ചിന് ഇഷ്ടമുള്ളവർക്ക് എന്താണ് ഇഷ്ടം? നിറം, മണം, രുചി. അതിനകത്ത് വൈറ്റമിൻ A ഉണ്ടോ, C ഉണ്ടോ? ശരിയാണോ? ഇവിടെയാണ് ആസിമിന്റെ അടുത്ത സെക്ഷൻ. അത് രാജസ്ഥാനം പറയുന്നതിന് ഒരു ചെറിയ കാര്യങ്ങൾ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ആസിമി തുടങ്ങിയപ്പോൾ കഷ്ടിച്ച് 30 പ്രൊഡക്റ്റേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരെന്ന് കേട്ടുള്ളൂ. ഇന്ന് 1000-ലധികം പ്രൊഡക്റ്റായി. കമ്പനിയുടെ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ സമയമില്ല. കാരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആദ്യം നല്ലൊരു പശ്ചാത്തലം ഉണ്ടാകണം. കാരണം ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ. കേട്ടില്ലേ? എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ വേണ്ടേ? യെസ്, നമ്മൾ പറയാൻ വേണ്ടി ഇന്നലെ വൈകുന്നേരം ഞാൻ പുള്ളിയെ കണ്ടാണല്ല. ആരെക്കുറിച്ചാ പറയണേ? ആരെക്കുറിച്ച് വേണം പറയാം? 10, 30, 40 വയസ്സായ ആളുകൾ നോക്കി നിൽക്കുമ്പോൾ പഴയ താഴില്ല. എന്താ കാരണം? അറിയത്തില്ല. കുഴഞ്ഞു വീണ് മരിച്ചു, ഹാർട്ട് അറ്റാക്ക്. എന്താ കാര്യം? അറിയത്തില്ല. അസുഖം വന്നാൽ ഡോക്ടറെ അടുത്ത് പോകും. ഡോക്ടർക്ക് തോന്നുന്ന മരുന്ന് തരും. ശരിയായാൽ ഓക്കെ, ഇല്ലെങ്കിൽ വേറെ മരുന്ന് തരും. അതല്ലാതെ ഈ ശാസ്ത്രത്തിലുള്ള ഏറ്റവും ഉയർന്ന പിന്ന് എന്ന് പറയുന്നത് സാറുവിടെ പിന്നുകൾ വരാനായിട്ട് 2 കോടി ബിസിനസ് ഓഡിയം മതി. ഏറ്റവും കൂടുതൽ ബിസിനസ് ഓഡിയം സെക്കൻഡ് സൈഡിൽ 50 കോടി ഉള്ളപ്പോൾ നമ്മളതിനെ സ്റ്റാർ ഡയമണ്ട് എന്ന് പറയും. അതാണ് ഇപ്പോൾ ഉള്ള ഹൈയസ്റ്റ് ബിൽ. ഞാൻ പറയുന്നു, ഇവിടെ ഇന്ന് ഒരു തീരുമാനമെടുത്താൽ, ഈ ഇരിക്കുന്ന ചെറുപ്പക്കാരായ ആളുകൾ, ഐശ്വര്യ പോലെ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരായ ആളുകൾ ഒരു തീരുമാനമെടുത്ത് എനിക്ക് വേണമെന്നൊരു തീരുമാനമെടുത്താൽ ഇന്നുള്ള പിന്ന് പോരാ, അവർക്ക് വേണ്ടി പുതിയ പിന്ന് ആസുകൾ ഉണ്ടാക്കേണ്ടി വരും. കാരണം 135 കോടി ജനങ്ങളുണ്ട് ഇന്ത്യയിൽ. 3.5 കോടി ആളുകൾ കേരളത്തിലുണ്ട്. എല്ലാവരും പല്ല് തേക്കുന്നവരും കുളിക്കുന്നവരുമാണ്. എല്ലാവർക്കും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊടുത്ത് ആവശ്യത്തിന് സാധനം വാങ്ങിക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരാണ്. ഇങ്ങനെയൊരു ചെലവ് ചുരുക്കാൻ കഴിയുമെന്നും ആരോഗ്യം മെച്ചപ്പെടുത്താൻ കഴിയുമെന്നും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകുന്ന പ്രബുദ്ധരായ ആളുകളാണ് മലയാളികൾ. ശരിയാണോ?
അതുകൊണ്ട് അത് പറയാൻ തയ്യാറായാൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, പ്രായം, ആൺപെൺഭേദങ്ങൾ ഒന്നും ആരും നോക്കില്ല. അത്രയുള്ള കാര്യം. തയ്യാറാണോ? യെസ്. ആരും റെഡി? ഇപ്പൊ ഇവിടുന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല സ്പിരിറ്റ് ഒക്കെ തോന്നി. യെസ്, ഇന്ന് ഞാനൊക്കെ ഇറങ്ങിയിട്ട് പൊളിച്ചു കളയാം, എല്ലാരും പിടിച്ച് ആത്മ ചേർത്തിട്ടേ ഉള്ളൂ. അങ്ങോട്ട് ചോദിക്കുക, നീയും പോയി കുടുങ്ങിയാ? നീയും പോയി കുടുങ്ങിയടാ. ഇത് പണ്ട് ഇവിടെ വന്നിട്ട് പോയതാടാ. ഇതൊക്കെ നിങ്ങളല്ലാതെ വേറെ ആരും വിശ്വസിക്കോ? വെച്ച കാലപ്പുറമുണ്ട്. അങ്ങനെയുള്ള ഒരു പണിക്ക് ഇറങ്ങല്ലേ. ആദ്യം വിശ്വാസം ഉണ്ടാവണം. ആരില്? അവനവനില്. എനിക്ക് കഴിയും എന്നുള്ള ഒരു വിശ്വാസം. അയാള് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവര് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയും. എന്താ വേണ്ടത് ഇതിനകത്ത്? ധൈര്യമായിട്ട് പറയാനുള്ള ചങ്കൂറ്റം വേണം. ഒരവസരം കിട്ടിയാൽ പ്രയോജനപ്പെടുത്താൻ നമ്മൾ തയ്യാറാണ്. അത്ര മാത്രമേ ഉള്ളൂ. അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ വരും. കാരണം ഇവിടെയുള്ള 3-4 പ്രൊഡക്റ്റിന്റെ ഗുണമേന്മ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ തയ്യാറായാൽ ആളുകൾ സാധനം വാങ്ങിക്കും. അല്ലേ ചേച്ചി? അത്രയുള്ള കാര്യം. അത് പറയാൻ എതിരെ പഠിക്കണം, ഒന്നും പഠിക്കേണ്ട കാര്യമില്ല, ചങ്കൂറ്റം മാത്രം മതി. പക്ഷെ ഇല്ലാത്ത പറയരുത് കേട്ടോ. ഈ എണ്ണ കഴിച്ച ക്യാൻസർ മാറും എന്നൊക്കെ പറഞ്ഞു കളയരുത്. ഉള്ള കാര്യം പറയാവുള്ളൂ. അങ്ങനെ പറയാൻ തയ്യാറാണെങ്കിൽ ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. അതുകൊണ്ടാണ് പറയുന്നത് പ്രൊഡക്റ്റ് ഈസ് നോട്ട് ദ പ്രൊഡക്റ്റ്, ആക്ച്വൽ പ്രൊഡക്റ്റ് ഈസ് ദ ഓപ്പർച്യൂണിറ്റി. ആർസിമില് ഉൽപ്പന്നങ്ങളല്ല ഉൽപ്പന്നം, ആർസിമിൽ ഉൽപ്പന്നം എന്ന് പറയുന്നത് ആർസിമിലെ അവസരമാണ്. ആ അവസരം നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ ആർസിം ഈസ് ഫോർ യു. റെഡിയാണോ? തയ്യാറാണോ? യെസ്. അപ്പൊ ഒരു നല്ല കൈയടി. ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, ഞാൻ ആർസിമിൽ വരുമ്പോൾ 20-30 പ്രൊഡക്റ്റ് ഉള്ളൂ, നിങ്ങൾ വരുമ്പോൾ 1000-ഓളം ഉൽപ്പന്നങ്ങളുണ്ട്, 1000-ത്തിലധികം ഔട്ട്ലെറ്റ് ഉണ്ട്. ഓൾ ഇന്ത്യ തലത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് രേഖപ്പെടുന്ന സംസ്ഥാനം കേരളമാണ്. അതിൽ ഏറ്റവും സ്ട്രോങ് ടീം തൃശ്ശൂർ രാജൻ സാറിന്റെ ടീമാണ്. ആ ടീമിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സോ യു ആർ ദ ലക്കിയസ്റ്റ് പീപ്പിൾ ഇൻ ആർസിയം. ഞാനൊരു ചോദ്യം ചോദിച്ചു. കൊച്ചിനായിട്ട് ഇഷ്ടപ്പെട്ടത് കേക്കാണ്. നമ്മളൊക്കെ കഴിച്ചിട്ടുള്ളത് നെല്ലിക്കയും ചാമ്പങ്ങയൊക്കെയാണ്. അതിനകത്ത് എന്തുണ്ടായിരുന്നു? ഇഷ്ടം പോലെ വൈറ്റമിൻ സി ഉണ്ടായിരുന്നു. വൈറ്റമിൻ സി ഉണ്ടെങ്കിൽ രോഗപ്രതിരോധ ശക്തി ഉണ്ടാകും. ഇപ്പൊ എന്താ പറയുന്നത്? 10 വയസ്സിൽ താഴെയുള്ള പിള്ളേർ പുറത്തിറങ്ങരുത്, 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ പുറത്തിറങ്ങരുത്. കാരണം എന്താ? കാരണവർ പിടിച്ചോണ്ട് പോകും. എന്താ കാര്യം? വൈറ്റമിൻ സി എന്ന് പറയുന്ന സംഗതി എവിടെ ഇല്ല. ശരിയാണോ? ശരിയല്ലേ മാഡം? യെസ്. അതുകൊണ്ടാണ് ഇവിടെയുള്ള ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുന്നത്. പറയുന്നത് ഇവിടെ ഒരു സാധനം ഇരിപ്പുണ്ട്, കടപ്പ്. അവിടെ ഇത് എന്ത് സാധനപ്പ? അവിടെ ഇരിക്കട്ടെ. കാരണം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഗുഡ് ഡോട്ട് ശൃംഖലയിൽ ഒരു 8-10 പ്രൊഡക്റ്റ് ഉണ്ട്. എന്തിനാ? ആർസിമിന്റെ ഏത് പ്രൊഡക്റ്റ് നോക്കിയാലും നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനോ നിങ്ങൾക്ക് ആരോഗ്യം തരാനോ സഹായിക്കുന്നതാണ്. അത് പറഞ്ഞപ്പോ ഒരു കാര്യം കൂടെ ഇതിന്റെ കൂടെ പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാകില്ല. പുതുവർഷം വരികയല്ലേ അല്ലേ? കലണ്ടർ, ഹിന്ദിയിലൊരു ചൊല്ലുണ്ട്, കലണ്ടർ ബദൽനെ സേ ഹാലാത്ത് നഹീ ബദൽതാ. കലണ്ടർ മാറുന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നില്ല. എന്ത് ചെയ്യണം? നിങ്ങൾ മാറിയാലേ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു കലണ്ടറായത്. ഈ പേജിൽ എത്ര പ്രൊഡക്റ്റ് ഉണ്ടെന്ന് നോക്കിയേ. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വീട്ടിൽ നിന്ന് അവർ പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് അല്ല കയറി വരുമ്പോൾ കാണാവുന്ന രീതിയിൽ കലണ്ടർ ഇട്ട് കൊടുക്കുക. ഇപ്പൊ ഒരു 50-500 കലണ്ടർ വാങ്ങിക്കാം, ഒരു 500 ഹുക്ക് വാങ്ങിക്കാം. നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളൊക്കെ വീട്ടിൽ കലണ്ടർ ഇടുക. ഇത് എന്തിനാണ് കലണ്ടർ? ഇവിടെ കിടന്നോണ്ടേ കേട്ടാ. പുള്ളി പോകാൻ ഇറങ്ങും. ഇതെന്ത്? ഗോതമ്പൊടി, ആട്ട, എണ്ണ, ഏതൊക്കെ എണ്ണ പണ്ട്. അടുത്ത ദിവസം ഇതിന് കാപ്പി ഉണ്ടല്ലേ, ചായപ്പൊടി ഉണ്ടല്ലോ, ഓക്കെ കുഴപ്പമില്ല. ഇതെന്താണ് സാധനം? അതിനകത്തൊരു എണ്ണയുടെ കാര്യം പറഞ്ഞില്ല. എന്താ സംഭവം? ചോദിക്കുമല്ലോ. ഒരു 500 കലണ്ടർ കൊടുത്താൽ 3 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആളുകൾ നിങ്ങളുടെ ടീമിൽ മെമ്പർഷിപ്പ് എടുക്കും. എന്ത് പറയണം? ചോദിക്കുമ്പോ പറയണത് ഇപ്പൊ പറഞ്ഞു തരാൻ സമയമില്ല കേട്ടോ. എണ്ണയെ കുറിച്ചല്ല ഇപ്പൊ പറയാൻ സമയമില്ല, പിന്നെ പറയാം. അവന് ഇത് പറയുമ്പോ സമയമില്ലേ? എനിക്ക് പിന്നെ എപ്പോഴാ വിളിക്കാം? ഞാൻ നാളെ വിളിക്കാം. ശകലം മതി. ഓക്കെ. അപ്പോ ഇത് നമ്മുടെ എല്ലാവരുടെയും വീട്ടില്, നമ്മുടെ ബന്ധുക്കളെ സുഹൃത്തുക്കളെ ഒക്കെ വീട്ടിൽ കൊണ്ടുപോയി ഇടുക. ഈ കലണ്ടർ മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കി തരാൻ. ഓക്കെ. അപ്പോ എന്താണ് ആരോഗ്യം? ഞാൻ അതിന്റെ ഒരു മുഖവര പറയുന്ന ഒരു ശീലമുണ്ട്. ഇന്നത് പറയുന്നില്ല, കാരണം അതുകൂടെ പറയാൻ പോയാൽ രാജസാറിന് പറയാനുള്ള സമയം ഞാൻ കവർന്നെടുക്കുകയാണ്. ആർസിമിന്റെ ബഹുമുഖ സംരംഭം എന്ന് പറഞ്ഞു. അതിലെ പ്രധാനപ്പെട്ട ഒരു മുഖം ഞാൻ പറഞ്ഞു. സമ്പത്ത്. വരുമാനമല്ല, സമ്പത്ത്. എന്താണ് വരുമാനം? നിങ്ങളുടെ വീട്ടിലൊരു തെങ്ങ് നടണം. ഒരു കൂലിക്കാരനെ വിളിച്ചു, അയാൾ ഒരു കുഴി കുത്തി ഒരു തെങ്ങ് തൈ വാങ്ങിച്ചു വെച്ചു. അയാൾക്ക് നിങ്ങൾ കൂലി കൊടുത്തു. അതാണ് വരുമാനം. ആ തെങ്ങ് വളർന്ന് അതിൽ നിന്ന് തേങ്ങ ഉണ്ടായി കിട്ടുന്നു. എത്ര കാലം കിട്ടും? തെങ്ങ് എത്ര കാലം ഉണ്ടാവുമോ, എത്ര കാലം നിങ്ങൾ വെള്ളവും വളം കൊടുക്കും, അത്ര കാലം നിങ്ങൾക്ക് ഇന്ന് തേങ്ങ കിട്ടിക്കൊണ്ടിരിക്കുക. അത് സമ്പത്ത്.
തെങ്ങിനൊരു ആയുസുണ്ട്, പക്ഷെ ആർസിമിന്റെ ആയുസ് എത്രയാ? സൂര്യനും ചന്ദ്രനും ഭൂമിയും മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം ആർസിം എന്ന് പറയുന്ന വൃക്ഷം നമുക്ക് ഫലം തരും. അതുകൊണ്ടാണ് പറയുന്നത് ഇത് കൽപ്പവൃക്ഷമാണ്. ഓക്കെ.